കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പല വിധത്തിലുള്ള അജണ്ടകളുണ്ട് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിന്റെ ഭാഗമായി. അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ക്ഷേത്ര സന്ദർശനം ഉൾപ്പെടെയുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അമിത് ഷാ എത്തുന്നു. ബി.ജെ.പി. കൂടുതൽ തെരഞ്ഞെടുപ്പിനെ വളരെ വളരെ ഗൗരവത്തോടെ കൂടുതൽ മികച്ച രീതിയിലേക്ക് അതിനെ എത്തിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ സംഘടനാ തലത്തിലൊക്കെ ബി.ജെ.പി. ഒരു ശ്രമം നടത്തുന്നു എന്ന് വേണം അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനത്തോടെ മനസ്സിലാക്കാൻ. മറ്റെന്തൊക്കെ രാഷ്ട്രീയ മാനങ്ങളാണ് അമിത് ഷായുടെ ഇത്തവണയുള്ള കേരള സന്ദർശനത്തിന് പിന്നിൽ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ കേരളത്തിലെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് അദ്ദേഹം കേരളത്തിലെത്തിയിരുന്നു. ഇത്തവണ വളരെ പ്രധാനപ്പെട്ട ചില പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ ആദ്യത്തേത് തിരുവനന്തപുരത്ത് പുനർനിർമ്മിച്ച ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനമാണ്. ആ കെട്ടിടത്തിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ട് കുറെ നാളുകളായി. അതിന്റെ ശിലാസ്ഥാപനം നടത്തിയിരുന്നത്, ആ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയിരുന്നത് ശ്രീ അമിത്ഷാ തന്നെയാണ്. അന്ന് അദ്ദേഹം ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കട്ടെ എന്ന് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചത് കൊണ്ടാണ് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നീണ്ടുപോയത്. നാളെ രാവിലെ, ശനിയാഴ്ച രാവിലെ അദ്ദേഹം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഈ ബി.ജെ.പിയുടെ ആസ്ഥാന മന്ദിരത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ചരിത്രത്തിലേക്ക് കൂടി ഈ കണ്ണോടിക്കേണ്ടത്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. മറ്റൊന്ന്, അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ഉണ്ടാകുമെന്ന് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്ന, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി.ജെ.പിക്ക് ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്താൻ കഴിഞ്ഞു. എൻ.ഡി.എക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. ഏറെക്കുറെ 20% വോട്ട് നേടിയ മുന്നണിയായിട്ട് എൻ.ഡി.എ മാറുന്നത് നമ്മൾ കണ്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ട് താമര ചിഹ്നത്തില് തൃശ്ശൂരിൽ നിന്ന് ഒരാൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു, ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രിയാണ്. മാത്രമല്ല, തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ ശ്രീ വി മുരളീധരനും വിജയത്തിന്റെ തൊട്ടടുത്തെത്തി. പരാജയപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് വിജയത്തിന്റെ തൊട്ടടുത്തെത്തി എന്നതാണ്. നിസ്സാര വോട്ടുകൾക്കാണ് അവർ രണ്ടുപേരും പരാജയപ്പെട്ടത്. അപ്പൊ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം കാണുന്നത് കേരളത്തിൽ 3 സീറ്റുകൾ ജയിക്കാൻ കഴിയുന്ന, മറ്റൊരാളുടെയും സഹായമില്ലാതെ ജയിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമായിട്ട് എൻ.ഡി.എ മാറി എന്നതാണ്. തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, കേരളത്തിന്റെ പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കറുടെ അനുഗ്രഹാശീസുകളുടെ നേതൃത്വത്തില് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, പി കെ കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, സി കെ പത്മനാഭൻ, ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരൊക്കെ ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നതാണ്. ബി.ജെ.പിയിൽ പലപ്പോഴും അസ്വാരസ്യങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതൊന്നും തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകടമായിരുന്നില്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിലകൊണ്ടിരുന്നു എന്നതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതിന്റെ കൂടി വിജയമായിട്ടാണ് ഈ 20% വോട്ടിലേക്ക് പാർട്ടി എത്തി എന്നത് വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തില് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് നിർത്തുന്നതില് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു വലിയ പങ്കുണ്ടായിരുന്നു. അതേപോലെ ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. അവർ ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ കർമ്മ പദ്ധതി നടപ്പിലാക്കിയത്. ഇപ്പോ നമ്മൾ കാണേണ്ടത് 20% വോട്ട് എന്ന് പറയുന്നത് നമ്മൾ പുറത്തിറങ്ങി കാണുന്ന 5 പേരിൽ ഒരാള് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വോട്ട് ചെയ്തവരാണ്. മോഡിയുടെ ഭരണം വീണ്ടും വേണം എന്ന് ആഗ്രഹിച്ചവരാണ്. അത്രമാത്രം ജനപിന്തുണ കേരളത്തിലുണ്ട്. പിന്നീട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളില് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പുറത്തു വന്നു. ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാറുള്ള ഒരു രാഷ്ട്രീയ സർവേ ആണത്. അതിൽ അവർ ചൂണ്ടിക്കാണിച്ചത് കേരളത്തില് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ
NDAക്ക് BJPക്ക് ഏതാണ്ട് 27 മുതൽ 29% വരെ വോട്ട് കിട്ടുമെന്നാണ്. അതായത് 30% അടുത്ത് വോട്ട് കിട്ടുന്ന നിലയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും അത് നേതൃത്വം നൽകുന്ന സഖ്യവും മുന്നേറി കഴിഞ്ഞു എന്നതാണ് ആ സർവേ കാണിച്ചത്. അതായത് നമ്മൾ റോഡിൽ ഇറങ്ങി നമ്മൾ കാണുന്ന 3 പേരിൽ ഒരാള് മോഡിക്ക്, നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നതല്ലേ. അതൊരു വലിയ രാഷ്ട്രീയ മാറ്റമാണ്. കേരളത്തിലെ 3ാമത്തെ രാഷ്ട്രീയ ശക്തിയായിരുന്നു NDA എങ്കിൽ അതിനെ 2ാമത്തെയോ 1ാമത്തെയോ രാഷ്ട്രീയ ശക്തി ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന BJPയുടെ നേതൃത്വത്തിന് ഒരു ശക്തി പകരുന്നതായിരുന്നു ആ സർവേ ഫലങ്ങൾ. അതെങ്ങനെ പ്രാവർത്തികമാക്കാം, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചിന്തയുമായിട്ടാണ് അമിത്ഷാ കേരളത്തിൽ എത്തുക എന്ന് വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാം രാഷ്ട്രീയ രംഗത്ത് ഒരു ചാണക്യനാണ് അദ്ദേഹം, രാഷ്ട്രീയ സൈദ്ധാന്തികനാണ് അദ്ദേഹം രാഷ്ട്രീയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അതിവിദഗ്ധനാണ്. അത് പലപ്പോഴും രാജ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപദേശവും നിർദ്ദേശവും ഈ വേളയിൽ കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിന് ലഭിക്കും എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിന് പിന്നാലെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ അദ്ദേഹം കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നിന്നുള്ള, തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള 4 ജില്ലകളിൽ നിന്നുള്ള ഓരോ ബൂത്തിലുമുള്ള കാര്യകർത്താക്കന്മാരെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഓരോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഓരോന്നിലും 5 പേരുള്ള കമ്മിറ്റികൾ BJP ഉണ്ടാക്കിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അവലോകനം ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട്. ആ 5 പേരുടെ കൂട്ടായ്മയാണ് ഈ ദിവസം തിരുവനന്തപുരത്ത് കാണാൻ പോകുന്നത്. അവരെയാണ് അമിത്ഷാ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതൊരു എനർജൈസിങ് പ്രോഗ്രാമാണ്. വരുന്ന കേരളത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റത്തിന്റെ തുടക്കം ആ പുത്തരിക്കണ്ടം മൈതാനിൽ ശ്രീ പത്മനാഭന്റെ തിരുസന്നിധിയിൽ നിന്നുണ്ടാകും എന്നാണ് BJP വിലയിരുത്തുന്നത്. പിന്നെ കേരളത്തിൽ നമുക്കൊക്കെ അറിയാം, രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു ദർശനം 20% വോട്ടിൽ നിന്ന് 1ാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് BJP മാറ്റണം എന്നതാണ്. അതിനനുസൃതമായ ഒരു കർമ്മ പദ്ധതിയുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്. രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊപ്പം കേരളത്തിന്റെ വികസനം ചർച്ച ചെയ്യപ്പെടണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് BJP ഏറ്റെടുത്തത് നമ്മൾ കണ്ടു. കേരളം നമുക്കറിയാം വലിയ സാംസ്കാരികമായിട്ട് ഔന്നത്യത്തിലാണ്, എല്ലാ രംഗത്തും 1ാം സ്ഥാനത്താണ് എന്നൊക്കെ വിളിച്ചു പോകുന്ന സമയത്തും എല്ലാ മേഖലയിലും തകർന്നടിഞ്ഞ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഒടുവിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ ഫലം വന്നത് ഉൾപ്പെടെ നമുക്ക് സാക്ഷ്യപത്രമായിട്ട് അവതരിപ്പിക്കാം. എത്ര നാണക്കേടാ കേരളത്തിന് ഉണ്ടാക്കിയത്. നമ്മുടെ സർവകലാശാലകളുടെ ചിത്രം എന്താ? വൈസ് ചാൻസലർമാർക്കും മറ്റും കയറി ഇറങ്ങാൻ വയ്യാത്ത മണ്ണം കലാപത്തിന്റെ രംഗമായിട്ട് സർവകലാശാലകളെ മാറ്റിയില്ലേ? കലാലയങ്ങളിൽ കത്തിയും കടാരിയുമായിട്ട് നടക്കുന്ന രാഷ്ട്രീയമല്ലേ കാണുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് പല പ്രഗത്ഭമായ കോളേജുകളിലും 50% പോലും വിദ്യാർത്ഥികളില്ല. പലരും കേരളം വിട്ടു പോവുക. ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളം വിട്ട് പുറത്തു പോകുന്ന ചിത്രം നമ്മൾ കാണുന്നു. 50% പോലും സീറ്റുകൾ ഫില്ല് ചെയ്യാൻ പല പ്രസിദ്ധമായ കോളേജുകൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതല്ലേ. വ്യാവസായിക, വാണിജ്യ, കാർഷിക മേഖലയിലൊക്കെ നമ്മൾ തകർന്ന് തരിപ്പണമായി. വികസനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമായിട്ട് മാറി. ഈ പശ്ചാത്തലത്തിലാണ് വികസിത കേരളം എന്ന സങ്കല്പവുമായിട്ട് BJP രംഗത്ത് ഇറങ്ങിയത്. അതിന് വ്യാപകമായ വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് BJPക്ക് എത്രത്തോളം മുന്നോട്ട് ചാടാൻ കഴിയും എന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഈ അമിത്ഷായുടെ സന്ദർശനം. അതുകൊണ്ട് കേരളത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴിയൊരുങ്ങും എന്ന് തന്നെ വേണം കരുതാൻ. ഞാൻ നേരത്തെ പറഞ്ഞു BJPയുടെ ഓഫീസിന്റെ ഉദ്ഘാടനത്തെ കുറിച്ച്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു അല്പം ചരിത്രത്തിൽ കൂടി കടക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. BJPയുടെയും ജനസംഘത്തിന്റെയൊക്കെ ആദ്യകാലത്തെ ഓഫീസ്, സംസ്ഥാന കാര്യാലയം പ്രവർത്തിച്ചിരുന്നത് എറണാകുളത്താണ്. MG റോഡില് ഒരു പഴയ ദ്രൗപദി ബിൽഡിങ്സ്. അവിടുന്ന് 1984 തിരുവനന്തപുരത്തേക്ക് ഓഫീസ് മാറുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ആസ്ഥാനവും കേരളത്തിൽ കൊച്ചിയിൽ നിന്നും
CPM-ന്റെ ആസ്ഥാനവും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറുന്നത് എന്നും കൂടി ഓർക്കുക. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടുത്ത് ട്യൂട്ടേഴ്സ് ലൈനില് അന്ന് കെ രാമൻപിള്ളയും കെ അയ്യപ്പൻപിള്ളയും ഒക്കെ മുൻകൈ എടുത്ത് ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട്, ഒരു 2 നില കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ടാണ് അവിടെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് 84-ല്. പിന്നീട് ആ സ്ഥലം ഏതാണ്ട് AKG സെന്ററിന്റെ എതിർവശമായിട്ട് വരും. ആ ഭാഗത്തുള്ള സ്ഥലം സ്വന്തമായിട്ട് BJP വാങ്ങുകയും അവിടെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി ഇടുകയൊക്കെ ചെയ്തു. LK അഡ്വാനിയുടെയും സുന്ദർ സിംഗ് ഭണ്ഡാരിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് അതിന് പാർട്ടി നേതൃത്വം ഒന്ന് തയ്യാറായത്, വാങ്ങാൻ തീരുമാനിച്ചത് പോലും. പക്ഷെ പുതിയ കെട്ടിടം നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് കെട്ടിടം പണിയാൻ പാകത്തിനുള്ള റോഡ് സൗകര്യങ്ങളും മറ്റും അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് തമ്പാനൂർ അടുത്ത് അരിസ്റ്റോ ജംഗ്ഷനിൽ ഒരു പുതിയ സ്ഥലം വാങ്ങി അവിടേക്ക് ഓഫീസ് മാറി, ഒരു പഴയ 4 കെട്ട്. KV ശ്രീധരൻ മാസ്റ്റർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും PP മുകുന്ദൻ പോലുള്ളവര് സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണത്. ആ കെട്ടിടം പുനർനിർമ്മിച്ചിട്ടാണ് പുതിയ 7 നില മന്ദിരം തിരുവനന്തപുരത്ത് നിർമ്മിച്ചിട്ടുള്ളത്. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ്. ഇത്രയും വലിയ ഒരു ആ പാർട്ടി ഓഫീസ് ഒരു പക്ഷേ BJPക്ക് മാത്രമായിരിക്കും. അത്രയും വലിയൊരു ഓഫീസാണ്. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യാലയം എന്ന് പറയുന്നത്, ഒരു വീട് എന്ന് പറയുന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. അവരുടെ ഒരു ഭാവി രൂപപ്പെടുന്നത് അവിടെ നിന്നാണ്. അതുപോലെ തന്നെ BJPക്കും ഈ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് ഏറെ മുന്നോട്ട് പോകാൻ കഴിയണം എന്നതാണ് വിലയിരുത്തൽ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ കേരള സന്ദർശനത്തിന് രാഷ്ട്രീയമായും സംഘടനാപരമായും വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.